Hey my angels, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? And welcome to day 3. മുത്തേ എന്തുണ്ട്? പാക്കിംഗ് കഴിഞ്ഞോ? Day 3 and the final day. അതെ, we are leaving from Dubai. ഇന്ന് 16 ആണോ? 16th ആണ്. ഞങ്ങളിപ്പോ നമ്മള് ചേട്ടന്റെ ചേച്ചിയുടെ വീട്ടിലുണ്ട്, പക്ഷെ അവരാരും ഇവിടെ ഇല്ല. നമുക്ക് വീട് ഒരു വിട്ട് തന്നിരിക്കുകയാണ്. അവിടെ ഇത് തന്നെയായിരുന്നു, അബുദാബിയിൽ ഇത് തന്നെയായിരുന്നു. ശരിയല്ലേ, വീട് വിട്ട് തന്നിരിക്കുന്നു. അപ്പൊ ചേട്ടന് രാവിലെ ചേട്ടനെ കാണിക്കാനും പറ്റില്ല. ഞങ്ങൾ ഇന്നലെ വീട്ടിലെത്തിയപ്പോ 2:30 അതിനുശേഷം നമ്മള് വന്നിട്ട് ഉറങ്ങി. ചേട്ടൻ രാവിലെ 8 മണിക്ക് ഓഫീസിൽ പോയി. അപ്പൊ ചേട്ടൻ നമുക്ക് കാണാൻ പറ്റിയില്ല. അപ്പൊ ചേട്ടൻ ചേച്ചി താങ്ക് യു സോ മച്ച് നമുക്ക് അക്കോമഡേഷൻ തന്നതിന്. ജയ് ആൻഡ് അമ്മൂന് സ്പെഷ്യൽ താങ്ക്സ്. അതെ, അപ്പൊ അവര് നമ്മള് കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ എല്ലാം ഇവിടെ സെറ്റ് ആണ്. അപ്പൊ നമ്മള് ഫുഡ് കഴിച്ചിട്ട് നമ്മൾ ഇറങ്ങാണ്. നീ എവിടെ പോകുന്നു? ഞാൻ എവിടെ പോകുന്നു? ഞാൻ എന്റെ ഫ്രണ്ടിനെ ജോയിൻ ചെയ്യുന്നു. ഞാനും എന്റെ ഫ്രണ്ടിനെ ജോയിൻ ചെയ്യുന്നു. അപ്പൊ ഇവന് വൈകുന്നേരമാണ് ഫ്ലൈറ്റ്, 5 o'clock. എനിക്ക് 5, എനിക്ക് 9:25. അപ്പൊ എനിക്കും സമയമുണ്ട്. പക്ഷെ നമ്മൾ എയർപോർട്ടിൽ നമ്മള് ഒരു മീറ്റിംഗ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ബിക്കോസ് ഇവരുടെ ടെർമിനൽ വേറെയാണ്. അപ്പൊ നമ്മള് റെഡി ആയിട്ട് നമ്മൾ രാവിലെ എനിക്ക് കുറെ നേരം ചില്ലൊക്കെ ചെയ്ത് വർത്താനൊക്കെ പറഞ്ഞ് പിന്നെ കുളിയും തേവാറൊക്കെ കഴിഞ്ഞു. ഇനി നമ്മള് റെഡി ആയിട്ട് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങുകയാണ്. പോവാം ഫുഡ് കഴിക്കാം. യെസ്, നമ്മൾ ഇവിടെ ഈ വീട്ടിൽ നിന്ന് ബ്രെഡും മുട്ടയും ബ്രെഡും ബട്ടർ ടീ ഒക്കെ ചേർന്നുണ്ടാക്കി വെച്ചിട്ടുണ്ട്. എടുത്ത് കഴിച്ചു. ഇപ്പൊ നമ്മൾ പാത്രം വരെ കഴിക്കണം. ജോയൽ ഉണ്ട്, വന്നിട്ടുണ്ട്. അപ്പൊ ജോയലും അപ്പവും കൂടി എന്റെ ഫ്രണ്ടിന്റെ അടുത്ത് ഡ്രോപ്പ് ചെയ്തിട്ട് ഇവര് പോകും. അപ്പൊ നമുക്ക് ബാഗ് കെട്ടിപ്പിടിച്ചു. Your first flight of 2025, my second. പക്ഷെ Coldplay we did it. Coldplay. Yes. ഞാൻ ഓർത്ത് എനിക്ക് നീ എന്റെ അടുത്ത് ചോദിച്ചില്ലാണെങ്കിൽ എനിക്കും അങ്ങനത്തെ ചാൻസ് കിട്ടില്ല. നിന്റെ അടുത്ത് ചോദിച്ചില്ല, വേറെ ആരും നീ വന്നില്ലായിരുന്നെങ്കിൽ മേ ബി ഞാൻ ഒറ്റയ്ക്ക് വന്ന് ബിക്കോസ് ഞാൻ വരും എന്തായാലും. പക്ഷെ ഞാൻ ഒറ്റയ്ക്ക് വന്നേനെ. ഒറ്റയ്ക്കായി പോയല്ലോ, കമ്പനി ഇല്ലല്ലോ. ഒറ്റയ്ക്ക് വരുമ്പോ ഒരു സുഖമല്ല, ഒരു വൈബിനെ കാണാനുണ്ട്. തീർച്ചയായിട്ടും. You guys, we hope you enjoyed the whole vlog. Yes. Thank you so much. Thank you, ma. Bye namaste. ഞാനിപ്പോ എന്റെ ഫ്രണ്ടിന്റെ അപ്പാർട്ട്മെന്റിൽ എത്തിയിട്ടുണ്ട്. ഡോറ് ബെല്ലൊക്കെ അടിച്ചിട്ട് ഞാൻ വെയിറ്റ് ചെയ്യണം. നമുക്ക് ഞെട്ടിക്കാം. അറിയാം ഞാൻ പറഞ്ഞ കാര്യം, എന്നാലും ഞെട്ടിക്കാം. തുറക്കുന്നില്ലല്ലോ. എനിക്ക് തോന്നി വൈകളെ കണ്ടപ്പോ വീഡിയോ എടുക്കണായിരിക്കും. ഞാനിങ്ങനെ മാറ്റാൻ നോക്കുന്നു. അത് വരില്ല, അത് ഭയങ്കര ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ആണ്. നീ തന്നെ പോയി, ഞാൻ എടുക്കാന്ന് പറഞ്ഞിങ്ങനെ ഗ്യാപ്പ് തന്നു. ഞാൻ ഇങ്ങനെ വരുന്നത് എനിക്കറിയാം. താമസത്തിന്റെ വിശേഷം ഉണ്ടല്ലോ, ക്ലീൻ ചെയ്യണം സമയത്ത്. ആണല്ലേ, കയറുവാണ് ഞാൻ. എനിക്കിവിടെ ഇവർ വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങൾ ഒരുക്കിയിരിക്കുകയാണ് കുട്ടികളെ, പാവങ്ങൾക്ക്. ഞാൻ പറഞ്ഞതാണ് ഇങ്ങനെ എന്നെ ഗസ്റ്റ് ആയിട്ട് കാണരുതെന്ന് ഞാൻ പറഞ്ഞാണ്. ഇറങ്ങി ഓടണ്. ഞാൻ പറഞ്ഞാണ് എന്നെ ഗസ്റ്റ് ആയിട്ട് കാണരുതെന്ന്. ഈ കുടുംബത്തിൽ ഒരാളായിട്ട് കണ്ടാൽ മതി ഞാൻ പറഞ്ഞതാണ്. ഇവിടെ വെള്ളയപ്പം, സ്റ്റൂവ്, ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടാണ് കേട്ടോ. ഇവിടെ കുഞ്ഞു പിള്ളേരുള്ള സമയത്ത് ചിക്കൻ ബിരിയാണി കിടത്തി ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞാൽ എനിക്ക് ഒരാൾക്ക് കിട്ടും. ചിലപ്പോ വേണ്ട, നമുക്ക് യമ്മി ഫുഡ് കഴിക്കാം. പോയി ഞങ്ങളിവിടെ ഫുഡൊക്കെ കഴിച്ചു. എനിക്ക് നല്ല വെള്ളയപ്പം, നല്ല മട്ടൻ സ്റ്റൂ ഒക്കെ ഉണ്ടാക്കി തന്നു. രസിച്ചു കട്ട്ലറ്റ്. കുടുംബകാര്യങ്ങളെന്ന് പറഞ്ഞ സമയം പോയി. കുടുംബകാര്യം പറഞ്ഞു ഞങ്ങളും കുട്ടികളുടെ കഥ പറഞ്ഞ സമയം പോയത്. 2 മണിക്ക് ഇറങ്ങിയിരുന്നെങ്കിൽ പെർഫെക്റ്റ്. പക്ഷെ ഞാൻ വന്നപ്പോഴും കുറച്ച് ലേറ്റ് ആയില്ലേ? അത് കുഴപ്പമില്ല. ഇത് പക്ഷെ ഇവനൊക്കെ പൊടിച്ചിക്കൊക്കെ വയ്യണം. അതൊന്നും സാരമില്ല. ദാറ്റ്സ് ഓക്കെ, കംപ്ലീറ്റ്ലി ഫൈൻ ആണ് ഇവിടുത്തെ. അപ്പൊ ഞങ്ങളിപ്പോ ഒരു 4:30 ഇവിടുന്ന് നമ്മൾ കുട്ടി ഷോപ്പിങ്ങിന് വേണ്ടി. ആൻഡ് ഓൾസോ ദേ ഹാവ് എ ബിസിനസ്. ടെൽ അബൌട്ട് യുവർ ബിസിനസ്. ടെൽ അബൌട്ട് എ കാഫേ. ഓക്കെ, ഞങ്ങൾക്ക് ചെറിയൊരു കാഫേ ഉണ്ട്, ബിസിനസ് വേയിലാണ്. ശോഭ സഫയർ എന്ന് പറയുന്ന ഒരു ബിൽഡിങ്ങിന്റെ ബിസിനസ് സെന്ററിന്റെ താഴെയാണ്. അപ്പോ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. പിന്നെ ഞങ്ങൾ അവിടെ പോയിട്ട് ഞാൻ ഇവരുടെ കാഫേ ഇന്ന് റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇന്ന് കുറച്ച് മാർക്ക് ഇട്ടിട്ടുണ്ട്.
അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ വരണ കാര്യം എന്നപ്പോ പറഞ്ഞു എടാ എനിക്കറിയാവുന്നുണ്ട് ഇവർക്ക് ഇവിടെ ഓൾറെഡി കാഫേ ഉള്ള കാര്യം ബിസിനസ് ഉള്ള കാര്യം എനിക്കറിയാം. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് പോവാടാ, നമുക്ക് എന്തായാലും സെറ്റ് ആക്കാന്നുണ്ട് ഞങ്ങളിപ്പോ അങ്ങോട്ട് പോവാണ്. ഞാൻ എക്സൈറ്റഡ് ആണ് കേട്ടോ. ഇവിടെ നമ്മുടെ വണ്ടി കേട്ടോ, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാൻ അതിനേക്കാൾ എക്സൈറ്റഡ് ആണ്. യെസ്, നമ്മൾ അങ്ങനെ ഇവരുടെ പർപ്പിൾ ബെറി കാഫേയിലൊക്കെ പോവാണ്. ഇതാണ് ടീനയുടെ ഹസ്ബൻഡ് ജിജി. യെസ്, ഞാൻ ഇവരുടെ കല്യാണത്തിന് പോയിട്ട് ഇപ്പോഴാണ് കേട്ടോ കാണുന്നത്. എന്നിട്ട് വർഷങ്ങൾക്ക് 7 വർഷത്തിന് ശേഷമാണ് നമ്മളിപ്പോ കാണണല്ലേ. എന്റെ ടീന വന്നിട്ട് ചോദിക്കാണ് ഓർമ്മയുണ്ടോന്ന് ഞാൻ വന്നത്. ഞാനും എല്ലാത്ത ചോദ്യം അത് കല്യാണത്തിന് വന്നിട്ടെ പിന്നെ ഇപ്പൊ കാണുന്നത് അന്ന് ഐശ്വര്യ കുട്ടിയൊക്കെ ഇട്ട് വന്നിട്ടുണ്ട്. അത് ഓർമ്മയുണ്ടോന്ന് ഞാൻ ഭയങ്കര അത് ഒരുമാതിരി ടോർച്ചറിങ് ആയിപ്പോയി. അപ്പൊ നമ്മളിപ്പോ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇവിടെ എത്ര ദൂരം ഉണ്ട്? 20 minutes. നമുക്ക് ഇനി അവിടെ കാണാം. ശോഭ സഫയർ ബിൽഡിംഗ്. ഓക്കെ, ഇത് ഇവിടെ സ്ഥലം ബിസിനസ്. ഇപ്പൊ നമ്മള് ഓക്കെ ഇപ്പൊ നമ്മള് ശോഭ സഫയർ ബിൽഡിംഗ് ബിസിനസ് വേ അവിടെയാണ് നമ്മൾ എത്തിയേക്കുന്നത്. അവരുടെ പർപ്പിൾ ബെറിയിലേക്ക് നമുക്ക് പോവാം. കൊണ്ടുപോകുന്നേ, എന്നെ കൊണ്ടുപോകുമോ? വാടാ, എവിടെ? ഈ ജോനക്കുട്ടിനെ കാണിക്കൂ. സുന്ദരി, ഒന്ന് കറങ്ങി ഒന്ന് കാണട്ടെ. അടിപൊളി. പേടിച്ചു പോയി ഒരു നിമിഷം. ഇതാണ് ഇവരുടെ പർപ്പിൾ ബെറി. നമുക്ക് അവിടെ പോയിട്ട് എക്സ്പ്ലോർ ചെയ്യാം. ഞങ്ങൾ ഇവളുടെ കാഫേയിൽ പറയും എന്റെ അമ്മ വിളിക്കണ കഫേ ഉണ്ടെന്ന് ഇവിടെ ആട്ടുകാരൊന്നും പറയുന്നില്ല. നമ്മൾ കൂട്ടൊന്നും ഇടാറില്ലല്ലോ. അതെ, പറയും നിങ്ങൾ ബെസ്റ്റ് സെല്ലേഴ്സ് എന്തൊക്കെയാന്ന് പറയും കേക്കട്ടെ. ഞങ്ങളുടെ ബെസ്റ്റ് സെല്ലേഴ്സ് നമ്മൾ ഇച്ചിരി ഹെൽത്തി ലൈനിൽ ആണ് കാഫേ കൊണ്ടുപോകുന്നത്. അപ്പൊ കൂടുതലും സൂപ്പർ ഫുഡ് സ്മൂത്തീസ് ഞങ്ങൾ അതിന് പറയുന്നത്. ഓക്കെ, ബ്ലൂബെറീസ് ഉള്ള സ്മൂത്തീസ്, പിന്നെ കെയില്, അവക്കാഡോ, അങ്ങനെയൊക്കെ ഉള്ള ഒത്തിരി ഹെൽത്തി ആയിട്ടുള്ള സ്മൂത്തീസ് ഉണ്ട് ഇവിടെ. നമ്മൾ അധികം കോമൺ ആയിട്ട് കാണാത്ത രീതിയിൽ ഉള്ള കുറെ സ്മൂത്തീസ് ഉണ്ട്. പിന്നെ പോമഗ്രാനൈറ്റ് തന്നെ നമ്മൾ പല ആൾക്കാർ വെള്ളം ചേർക്കും, അങ്ങനെയെങ്കിലും കൂടുതലും അങ്ങനെയൊക്കെയാണ് മിക്സ് ചെയ്യും. അന്നത്തെ ഒരു ഇച്ചിരി പോലും വെള്ളം ചേർക്കാൻ ഐസ് ചേർക്കാതൊക്കെ നമ്മുടെ കസ്റ്റമേഴ്സ് ഒക്കെ കഴിക്കുന്നത്. പിന്നെ അവക്കാഡോ ഒത്തിരി ഉള്ള റെസിപ്പീസ് ഉണ്ട്. പാസ്ത, ബർഗേഴ്സ് എല്ലാം ഉണ്ട്. എല്ലാം കൂടുതലും സാലഡ് ഹെൽത്തി സൈഡാണ് അല്ലേ? അല്ല, ബർഗേഴ്സും ഉണ്ട്, മിനി ബർഗേഴ്സ്. പക്ഷെ നമ്മുടെ എനിക്ക് ഇവിടുത്തെ ആളുകൾക്ക് ബർഗേഴ്സ് ആണ് ഇന്ത്യൻസ് നമ്മൾക്ക് അതിനുള്ള ഇഷ്ടം കൊണ്ട് അപ്പൊ നമ്മളുടെ ഹോം മെയ്ഡ് ബാറ്റീസ് ഉള്ള ബർഗർ അങ്ങനെ എല്ലാം ഇച്ചിരി ഒരു നമ്മൾ വീട്ടിൽ നമ്മൾ ധൈര്യമായിട്ട് ഫുഡ് കഴിക്കില്ല എന്ന് പറഞ്ഞ പോലെ റെസ്റ്റോറന്റ് ഫുഡ് ആണെങ്കിലും നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാം. നമ്മൾക്ക് അങ്ങനെ ശരീരത്തിന് മോശമായിട്ടുള്ള ഒരു രീതിയിലും ചെയ്യാതെയൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. വരൂ കണ്ട ഹെൽത്തി സാധനങ്ങൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഹിഡൻ ജെം ഓഫ് ദുബായ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാരണം ഇതൊരു ഓഫീസ് ഏരിയ, ഇവിടെയുള്ളവർ എന്നും കഴിക്കുന്ന ഭക്ഷണം നമ്മൾ വീക്കെൻഡ് കഴിക്കുന്ന ഹെൽത്തി ഫുഡ് കഴിക്കുന്നത് നമ്മൾ എന്നും കഴിക്കുമ്പോൾ നമ്മൾ ഒത്തിരി അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ കാലോടും കഴിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അതൊക്കെ നമ്മൾ തോട്ട്ഫുള്ളായിട്ടാണ് ചെയ്യുന്നത്. ഞാൻ പിടിക്കട്ടെ, എന്ത് പറയാം. എന്താ നിങ്ങക്ക് പറയാനുള്ളത്? ഞങ്ങളൊന്നും പറയൂലോ. അതെ, അടിപൊളി കേട്ടോ. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് മെനു ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷെ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങിയത് കൊണ്ട് എനിക്ക് ഫുള്ള് ഫിനിഷ് ചെയ്യാൻ പറ്റില്ല, എന്നെ തല്ലരുത്. പക്ഷെ സ്മൂതി അടിപൊളി. ഗ്രീക്ക് യോഗന്റെ സാധനം പേരുന്ന അമേസിങ്. ഉറപ്പായിട്ടും അപ്പൊ ഞാൻ ബാക്കി എക്സ്പ്ലോർ ചെയ്യാൻ ഞങ്ങൾ ഉച്ചയ്ക്ക് ഇങ്ങോട്ട് വരാം. താങ്ക് യു സോ മച്ച്, അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ ഇവരുടെ പർപ്പിൾ ബെറി എന്തായാലും ചെക്ക് ചെയ്യാൻ വേണ്ടി മറന്നുകൊണ്ട് ഞാൻ അഡ്രസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഓ പിന്നെയൊന്നും പോയോട്ടത് ഫോർമുല ആവരുത്. ഹലോ എവരിബഡി, എന്തെങ്കിലും വിശേഷം? ഞാൻ എൻ്റെ ഫ്ലൈറ്റിൽ ബോർഡ് ചെയ്തു. എമിറേറ്റ്സിലാണ് ഞാൻ തിരിച്ചു പോണത്. ആദ്യമായിട്ട് ഞാൻ എമിറേറ്റ്സിൽ ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ട്. പിന്നെ അങ്ങനെ ഭയങ്കര ട്രാവലൊന്നും ഇല്ലാത്ത എമിറേറ്റ്സിൽ ഫസ്റ്റ് ടൈമാണ്. അതിൻ്റെ എക്സൈറ്റ്മെന്റ് ഉണ്ട്. ഞാൻ പാട്ട് ഇവിടെ വെച്ചുകൊണ്ട് കേൾക്കണമെന്ന് അറിയില്ല. ഞങ്ങൾ ചീനയുടെ ജിദ്ദിയുടെ കാഫേന്ന് ഇറങ്ങി. പിന്നെ കുറച്ച് ലേറ്റായി. പിന്നെ ഞങ്ങൾ ധൃതി പിടിച്ച് ഓടി
ഇവിടെ കയറി സൂപ്പർ മാർക്കറ്റിൽ കയറി. എനിക്ക് പിള്ളേർക്ക് സ്നാക്സ് വാങ്ങിക്കണമായിരുന്നു, അപ്പോൾ അതായിരുന്നു എൻ്റെ ഏറ്റവും അത്യാവശ്യം. പിന്നെ ഞങ്ങളുടെ അടുത്തുള്ളൊരു ഏത് മോളാണെന്ന് പറഞ്ഞു കേട്ടോ, അവിടെ കയറി വേഗം 10 മിനിറ്റിൽ കുറച്ച് ചോക്ലേറ്റ്സും കുറച്ച് സ്നാക്സും പിള്ളേർക്ക് വേണ്ടി മാത്രം വാങ്ങി ഓടി. അങ്ങനെ ട്രാഫിക്കിലൊക്കെ പെട്ടെങ്കിലും എന്താ ഒരു 7:25 ആയപ്പോൾ കറക്റ്റ് അവർ എന്നെ എയർപോർട്ടിൽ എത്തിച്ചു തന്നിട്ട് സ്നാക്സിനും ഇതൊക്കെ ഫുള്ള് ഒരു പേ ചെയ്യുകയും ചെയ്തു. ഞാൻ പറഞ്ഞിട്ട് കേൾക്കണം കൊണ്ടുണ്ടല്ലോ, താങ്ക് യു സോ മച്ച്, ഒന്നും പറയണില്ല ഇങ്ങനെ. അപ്പോൾ അതിനുശേഷം എന്താ പറയുക, ഞാൻ പിന്നെ ചെക്ക് ഇൻ ചെയ്തു 2 hours മുന്നേ എത്തിയത്. അപ്പോൾ പടയെന്നല്ലായിരുന്നു, കുറച്ച് ഡിലേ എൻ്റെ സൈഡിൽ. എനിക്ക് എന്തൊക്കെയൊക്കെ സ്കാനിങ് പ്രോബ്ലംസ് ഉണ്ടെന്ന് പാസ്പോർട്ടിനൊക്കെ, അങ്ങനെ കുറച്ച് സമയങ്ങളൊക്കെ എടുത്ത് പെട്ടെന്ന് കഴിഞ്ഞു. 2 മണിക്കൂർ പടപടയെന്ന് പോയി ചെക്കിനും ബാഗേജ് ഡ്രോപ്പും ഒക്കെ ആയിട്ട്. എന്നിട്ട് ഞാനിപ്പോൾ ഫ്ലൈറ്റിൽ കയറുകയാണ്. കയറി ബോർഡ് ചെയ്തിരുന്നു. സോ ഇറ്റ് മച്ച് എക്സൈറ്റഡ് ടു ഫ്ലൈ ഓൺ എമിറേറ്റ്സ്. നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. കിരൺ വന്ന് പിക്ക് ചെയ്യും. 2:30 AM അവിടെ എത്തും ബാംഗ്ലൂർ. എന്താ പറയാ, ഒന്നും പറയാനില്ല. എൻ്റെ നിറഞ്ഞില്ല, നിറയാൻ വേണ്ടി നമുക്ക് അധികം ദിവസം നിന്നില്ലല്ലോ. ബട്ട് സ്റ്റിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനിയും തിരിച്ചു വരണം എന്ന് ആഗ്രഹമുണ്ട്. ഒരു ദിവസം പോയിട്ട് ഒരു ദിവസം ജസ്റ്റ് 1-2 സ്ഥലങ്ങളിലല്ലേ പോയുള്ളൂ. അപ്പം എൻ്റെ മനസ്സ് നിറഞ്ഞിട്ടില്ല. അപ്പം എനിക്ക് ഇനിയും വന്നിട്ട് 1 day ഒക്കെ ഉണ്ട് കാണാനല്ലേ. അപ്പോൾ ഒരു 5 days or 7 days എങ്കിലും മിനിമം ഇല്ലാണ്ട് കാണാൻ പറ്റും. അപ്പോൾ ഫ്രണ്ട് തിരിച്ചു വരണം എന്ന് ആഗ്രഹമുള്ള സ്ഥലമാണ്. അങ്ങനെ കാണാൻ പറ്റാത്തതുകൊണ്ട് എല്ലാവരും കൂടി വരാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കണം. അപ്പോൾ നമുക്ക് നാട്ടിലേക്ക് പോകാം. ഹായ്, ഫൈനലി ഞാൻ എൻ്റെ നാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. 2:45 നമ്മൾ ലാൻഡ് ചെയ്തെങ്കിലും നല്ലോണം സമയമെടുത്ത് ഇമിഗ്രേഷൻ്റെ അവിടെയൊക്കെ പോയി പുറത്തെത്തിയപ്പോഴത്തേക്കും അത്യാവശ്യം 3:45 അല്ല കേട്ടോ, 3:45 ആയില്ല കേട്ടോ ഞാൻ പുറത്ത് വന്നപ്പോൾ. 3:45 ആയിട്ടോ ഞാൻ പുറത്ത് വന്നപ്പോൾ. അങ്ങനെ ഭയങ്കര നല്ലൊരു ട്രിപ്പായിരുന്നു. പക്ഷെ ദുബായ് അങ്ങനെ ഫുള്ളൊന്നും കണ്ടില്ല, ഫുള്ളെല്ലാം ഒന്നും ചെറുതായിട്ടൊന്നും കണ്ടില്ല. ആകെ 2 സ്ഥലത്ത് മാത്രമേ നമ്മൾ പോയുള്ളൂ. അതുകൊണ്ട് എന്നെ വീണ്ടും ദുബായിലേക്ക് കൊണ്ടുപോകണമെന്ന് ഞാൻ താഴ്മയായി അഭ്യർത്ഥിക്കുന്നു കേട്ടോ. വേണ്ടേ? വേണം. യെസ്. അപ്പൊ അങ്ങനെ നമ്മളങ്ങനെ പ്രോപ്പർലി എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പറ്റിയില്ലല്ലോ. ഒരു ദിവസം കോൺസേർട്ടും ഒരു ദിവസം ഒറ്റ സൈറ്റ് സീയിങ് ആയതുകൊണ്ട് അങ്ങനെ ദുബായ് എല്ലാവരും പറഞ്ഞു ഒരു 7 to 10 ദിവസം എങ്കിലും ഇല്ലാണ്ടൊന്നും കാണാൻ പറ്റില്ല. അപ്പൊ ഞാൻ അതൊന്നും കണ്ടിട്ടില്ല. അവരൊക്കെ അപ്പൊക്കെ പറഞ്ഞായിരുന്നു ഫുഡ് ശരിക്കും എക്സ്പ്ലോർ ചെയ്യണം. പക്ഷെ ഞാൻ ഒട്ടും കൈ കടത്താത്ത സ്ഥലം ഫുഡ് വരെ കഴിഞ്ഞ മീൻസ് ആദ്യത്തെ ദിവസം ഫുഡ് പോലും കിട്ടിയില്ലല്ലോ, അതായിരുന്നല്ലോ അവസ്ഥ. അപ്പൊ അങ്ങനെ വലിയ ഫുഡൊന്നും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. അപ്പൊ അത് കൊണ്ട് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനും ബാക്കിയുള്ള സംഭവത്തിനും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും പോകണമെന്നാണ് ആഗ്രഹം. പക്ഷെ എപ്പോഴാണ് നടക്കണമെന്നൊന്നും അറിയില്ല. ഒരു ആഗ്രഹമുള്ള സ്ഥലം തന്നെയാണ്. ജസ്റ്റ് പോയി കാല് വെച്ച് പിറ്റേസ് തിരിച്ച് വന്നതുപോലത്തെ ഒരു വരവാണ്. ബട്ട് സ്റ്റിൽ എനിക്ക് ഭയങ്കര എൻജോയ് ചെയ്തിട്ടോ, ഭയങ്കര റിഫ്രഷ്ഡ് ആയി. പോയിട്ട് ഞാൻ തന്നെ ഇങ്ങനെ ഭയങ്കര എക്സോസ്റ്റഡ് ആയിട്ടിരിക്കണേന്ന് കുറച്ച് നാളായിട്ട്. അപ്പോൾ എനിക്കൊരു കുട്ടി ട്രിപ്പാണെങ്കിലും ഞാനൊന്ന് റിഫ്രഷ്ഡ് ആയ മാതിരി തോന്നി. ഇനി എനിക്ക് ശക്തിയുണ്ട്, ശക്തി. ഓക്കെ. അപ്പൊ അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിലെത്തിയിരിക്കുകയാണ്. ലാസ്റ്റ് മിനിറ്റ് ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ട് എനിക്ക് പിള്ളേർക്ക് എന്തെങ്കിലും വാങ്ങണമെന്നുണ്ടായിരുന്നു. വേറെ ആർക്കും ഒന്നും വാങ്ങിയൊന്നും ഇല്ല. ഞാനും ഒന്നും വാങ്ങിയൊന്നും ഇല്ലായിരുന്നു. അപ്പൊ എനിക്ക് പിള്ളേർക്ക് എന്തെങ്കിലും കൊണ്ടുവരണം. നമ്മൾ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾക്ക് പൊതുവെ ഇഷ്ടം അവിടുത്തെ ലോക്കൽ അല്ല, അവിടുത്തെ സ്നാക്സുകൾ, ചോക്ലേറ്റ്സുകൾ അല്ലേട്ടോ, അതൊക്കെ ട്രൈ ചെയ്യണമെന്നാണ് ഞങ്ങളുടെ പ്രിഫറൻസ്. അപ്പൊ ഞങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റിൽ നല്ലതൊക്കെ കിട്ടണേ. അങ്ങനെ ഞങ്ങൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ ചാടി ഓടി കയറി മറ്റേ ട്രഷർ ഹണ്ട് മാതിരി വരുന്നു. ട്രോളി എടുത്തിട്ട് ഞാനും ടീനയും കൂടി ഇങ്ങനെ ഓടി വരുന്നു. ടീനയുടെ കയ്യിൽ കുഞ്ഞുമാവ. ഞങ്ങളിങ്ങനെ എടാ അവിടെ നോക്ക്, ഞാനപ്പോ ഇവിടെ നോക്കാന്നൊക്കെ പറഞ്ഞിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. സ്പെഷ്യൽ താങ്ക്സ് ടു ടീന, ജിജി ആൻഡ് 2 പീഗിരി പിള്ളേർ. അതുങ്ങളെ പാവങ്ങൾ അതിൻ്റെ ഇടയിൽ വയ്യായിരുന്നു കേട്ടോ എല്ലാവർക്കും കേട്ടോ. എല്ലായിടത്തും കൊണ്ടുപോയി സ്പെഷ്യൽ താങ്ക്സ്. അപ്പോൾ അതാണ് സംഭവം. അപ്പൊ അങ്ങനെ ഞാൻ എൻ്റെ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾ എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു എൻ്റെ ദുബായ് കുട്ടി ട്രിപ്പ്. അപ്പോൾ ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തു. പക്ഷെ എനിക്ക് കൂടുതൽ ഇനി കാണണമെന്നുണ്ട്. നമ്മളെ സ്ഥലങ്ങളൊന്നും ഫുള്ളും ഒന്നും നമുക്ക് കണ്ടൊന്നും ഫുള്ളൊന്നും അല്ല, ഒരു 10% പോലും കണ്ടില്ലെന്ന് എനിക്കറിയാൻ പറ്റും. സ്റ്റിൽ ഒരു ദുബായ് ഇങ്ങനെ മിസ് അടിച്ച് നമുക്ക് പാസ്പോർട്ടിലെ സ്റ്റാമ്പിങ് വന്നല്ലോ. അപ്പൊ ആ സന്തോഷത്തിലാണ് ഞാൻ. അപ്പൊ അങ്ങനെയുള്ളൂ. അപ്പൊ നമ്മുടെ വ്ളോഗ് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാൻ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുകൊണ്ട് നമുക്ക് അതുപോലെ വേറെ കുറെ ഷോർട്ട് കോണ്ടന്റ്സുകൾ എന്തായാലും വരും. ബിക്കോസ് ഞാൻ കുറെ ഷോർട്ട് വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ എല്ലാം ഓൺ ദ വേ ആണ്. അപ്പൊ സ്റ്റേ ട്യൂൺഡ്. ടാറ്റാ ബൈ ബൈ, ഗുഡ് നൈറ്റ്.